നമസ്കാരം. നിളയുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ദേശീയ ഡെങ്കി ദിനാചരണത്തിന്റെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം ഓങ്ങല്ലൂരിൽ നടന്നു. മുഹമ്മദ് മോഹസിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഡെങ്കിക്കെതിരെ വലിയ ജാഗ്രതയും പരിസര ശുചീകരണവും ഉറപ്പാക്കണമെന്ന് MLA സൂചിപ്പിച്ചു. ദേശീയ ഡെങ്കി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനമാണ് ഓങ്ങല്ലൂർ പാറപ്പുറം പള്ളിയോട്ടത്തിൽ വെച്ച് നടത്തിയത്. മുഹമ്മദ് മോഹസിൻ MLA ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ വളരെ കൃത്യമായി ഉറവിടത്തിൽ തന്നെ ഡെങ്കു കൊതുകുകൾ നശിപ്പിക്കാനും അത് മുട്ടയിടുന്നത് ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈഡിസ് കൊതുകുകൾ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ പരിസര ശുചീകരണം ഉറപ്പുവരുത്തുക, ഡ്രൈ ഡേ ആചരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ വീടുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അത് ചെടിച്ചട്ടിയിലാവാം, മറ്റു പലതിലുമാവാം. അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നത് പൂർണ്ണമായി ഇല്ലാതെയാണ്. കൊതുകുകൾക്ക് മുട്ടയിട്ട് വളരാനുള്ള സാഹചര്യം ഒരുക്കുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം ക്ലീൻ ചെയ്യുകയും ഒരു ദിവസം ക്ലീൻ ചെയ്യാൻ പോലെ നിരന്തരമായി നമ്മളതിന് ഇടപെടുകയും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനിമോൾ അധ്യക്ഷയായിരുന്നു. ബോധവൽക്കരണ റാലി, ബോധവൽക്കരണ സെമിനാർ, ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ എന്നിവയും ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയിരുന്നു. കാരക്കാട് മുതൽ പാറപ്പുറം വരെയായിരുന്നു ബോധവൽക്കരണ റാലി നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. DMO ഡോക്ടർ KR വിദ്യ, ഡോക്ടർ ശ്രീകുമാർ, KR ദാമോദരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം A. ഷാബിറ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, AM നീരജ്, രതി ഗോപാലകൃഷ്ണൻ, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. എടപ്പാൾ കാലടിയിൽ ജീപ്പും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ മാങ്ങാട്ടൂർ സ്വദേശി മരിച്ചു. കേളുപ്പറമ്പിൽ മണികണ്ഠനാണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം മാങ്ങാട്ടൂരിനും പാറപ്പുറത്തിനും ഇടയിലുള്ള അമ്മായിപ്പടിയിൽ വെച്ചായിരുന്നു അപകടം. കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പരേതരായ കോർമൻ കാളി ദമ്പതികളുടെ മകനാണ്. ശ്യാമള ഭാര്യയും മഞ്ജിമ, ശ്യാംജിത്ത് എന്നിവർ മക്കളുമാണ്. വാർഡ് വിഭജനം പൂർത്തിയാക്കി അന്തിമ വിജ്ഞാപനം പുറത്തിറങ്ങി. തൃത്താല നിയോജക മണ്ഡലത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് 16 വാർഡുകൾ. അതിർത്തികളിൽ മാറ്റം വരുത്തിയും ഒന്ന് മറ്റൊന്നിനോട് ചേർത്തും വിഭജിച്ചും ചിലതിന് പേര് മാറ്റിയും ജില്ലയിൽ പുതുതായി 146 വാർഡുകളാണ് രൂപവൽക്കരിച്ചത്. ജനസംഖ്യാടിസ്ഥാനത്തിലാണ് വാർഡുകളുടെ വിഭജനം നടന്നത്. 16 വാർഡുകളുണ്ടായിരുന്ന പരുതൂർ പഞ്ചായത്തിൽ ഇപ്പോൾ 18 വാർഡുകളാണുള്ളത്. ചാത്തൻപാറക്കുന്ന്, തെക്കുമുറി എന്നിവയാണ് പരുതൂർ പഞ്ചായത്തിലെ പുതിയ വാർഡുകൾ. 18 വാർഡുകളുണ്ടായിരുന്ന പട്ടിത്തറ പഞ്ചായത്തിൽ വാർഡുകളുടെ എണ്ണം 3ആയി ഉയർന്നു. കരിമ്പനക്കുന്ന്, മൂർക്കത്താഴം, കമ്മാട്ടുകുന്ന് എന്നിവയാണ് പട്ടിത്തറ പഞ്ചായത്തിൽ രൂപീകൃതമായ പുതിയ 3 വാർഡുകൾ. തൃത്താല പഞ്ചായത്തിൽ 2 വാർഡുകളാണ് പുതിയതായി കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഇതോടെ 17 നിന്നും 19ആയി വാർഡുകളുടെ എണ്ണം വർദ്ധിച്ചു. ഞാങ്ങാട്ടിരി സെന്റർ, മേഴത്തൂർ സെന്റർ എന്നിവയാണ് തൃത്താല പഞ്ചായത്തിലെ പുതിയ വാർഡുകൾ. കപ്പൂർ പഞ്ചായത്തിൽ ഞാവലിൻകാട്, പെരിങ്കന്നൂർ എന്നിങ്ങനെ 2 വാർഡുകളാണ് പുതിയതായി ചേർക്കപ്പെട്ടത്. ഇതോടെ കപ്പൂർ പഞ്ചായത്തിൽ വാർഡുകളുടെ എണ്ണം 18 നിന്നും 20ആയി ഉയർന്നു. 17 വാർഡുകളുണ്ടായിരുന്ന നാഗലശ്ശേരി പഞ്ചായത്തിൽ പുതിയതായി 2 വാർഡുകളാണ് ചേർക്കപ്പെട്ടത്. ചെറുചാലിപ്പുറം, പെരിങ്ങോട്, തെക്കുമുറി എന്നിവയാണ് നാഗലശ്ശേരിയിലെ പുതിയ വാർഡുകൾ. മുൻപ് 18 വാർഡുകളുണ്ടായിരുന്ന തിരുമിറ്റക്കോട് പഞ്ചായത്തിൽ ഇപ്പോൾ 20 വാർഡുകളാണുള്ളത്. എഴുമങ്ങാട് വെസ്റ്റ്, ചാത്തന്നൂർ എന്നിവയാണ് തിരുമിറ്റക്കോടെ പുതിയ വാർഡുകൾ. തണ്ണീർക്കോട്, കരിമ്പ, വട്ടത്താണി എന്നിങ്ങനെ 2 വാർഡുകളാണ് ചാലുശ്ശേരി പഞ്ചായത്തിൽ പുതിയതായി ചേർക്കപ്പെട്ട വാർഡുകൾ. ഇതോടെ 15 വാർഡുകളുണ്ടായിരുന്ന ചാലുശ്ശേരി പഞ്ചായത്തിൽ വാർഡുകളുടെ എണ്ണം 17ആയി. ആനക്കര പഞ്ചായത്തിൽ പെരുമ്പലം എന്ന പേരിൽ 1 വാർഡ് മാത്രമാണ് പുതിയതായി കൂട്ടിച്ചേർക്കപ്പെട്ടത്. 16 വാർഡുകളുണ്ടായിരുന്ന ആനക്കര പഞ്ചായത്തിൽ ഇപ്പോൾ 17 വാർഡുകളായി. കൊപ്പം മേൽമുറി ALP സ്കൂൾ ശതാബ്ദിയുടെ നിറവിൽ സ്കൂളിന്റെ 100ാം വാർഷികവും പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ശനിയാഴ്ച മന്ത്രി V. അബ്ദുറഹ്മാൻ നിർവഹിക്കുമെന്ന് സ്കൂൾ അധികൃതർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊപ്പം പഞ്ചായത്തിൽ ചെയ്യുന്ന മേൽമുറി ALP സ്കൂൾ 100ാം വാർഷികാഘോഷ നിറവിലാണ്. സ്കൂളിന്റെ 100ാം വാർഷികാഘോഷവും പുതിയ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നാളെ വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് സ്കൂൾ അധികൃതർ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകുന്നേരം 6 മണിക്കാണ് ചടങ്ങ്. മന്ത്രി V. അബ്ദുറഹ്മാൻ വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. VK ശ്രീകണ്ഠൻ MP മുഖ്യാതിഥിയാകും. സ്മാർട്ട് ക്ലാസ് മുറികളുടെ ഉദ്ഘാടനവും VK ശ്രീകണ്ഠൻ നിർവഹിക്കും. മുഹമ്മദ് മോഹസിൻ MLA അധ്യക്ഷത വഹിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ഉണ്ണികൃഷ്ണൻ, സ്വാസംഘം ചെയർമാൻ MC അസീസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഒരു നൂറ്റാണ്ട് കാലമായി നാടിന് അറിവിന്റെ അക്ഷരമേഖലയിരിക്കുന്ന സ്കൂളിന്റെ 100ാം വാർഷികം നാടിന്റെ ആഘോഷമായി കൊണ്ടാടാനാണ് തീരുമാനം.
8 ക്ലാസ് മുറികൾ അടങ്ങിയ പുതിയ കെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നത്. 300ഓളം വിദ്യാർത്ഥികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടെന്നും ഇവർ അറിയിച്ചു. കൊപ്പം പഞ്ചായത്ത് പരിധിയിലെ പടിഞ്ഞാറൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന മേൽമുറി ALP സ്കൂളിൻ്റെ 100ാം വാർഷികവും അതോടനുബന്ധിച്ച് പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും നാളെ മെയ് 24-ന് 6 മണിക്ക് ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ശ്രീ V. അബ്ദുറഹ്മാൻ നിർവഹിക്കുമ്പോൾ പാലക്കാടിൻ്റെ പ്രിയങ്കരനായ MP ശ്രീ VK ശ്രീകണ്ഠൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ചടങ്ങിന് പട്ടാമ്പിയുടെ ബഹുമാന്യനായ MLA ശ്രീ മുഹമ്മദ് മുഹസിൻ അധ്യക്ഷത വഹിക്കുമ്പോൾ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മറ്റ് ജനപ്രതിനിധികളൊക്കെ, അതുപോലെ തന്നെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ മഹത് വ്യക്തികളും ഈ ചടങ്ങിൽ സംബന്ധിക്കും. കൂടാതെ വിദ്യാർത്ഥികളുടെ കലാപരിപാടിയും പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടിയും ഒക്കെയായി വൈവിധ്യങ്ങളോടെയാണ് ആഘോഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. AK അലി മാനേജറായും KP മുഹമ്മദ് അലി മാനേജിംഗ് പ്രതിനിധിയുമായുള്ള മാനേജ്മെന്റ് കമ്മിറ്റിയാണ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രധാനാധ്യാപകൻ AK ജമാൽ, മാനേജർ AK അലി, മാനേജ്മെന്റ് പ്രതിനിധി KP മുഹമ്മദ് അലി, സ്വാസംഘം ചെയർമാൻ KK അസീസ്, സുരേഷ് സത്യാലയം, ഷാഹിദ KS, P താഹിറ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. 1925 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്രിട്ടീഷ് സാമ്രാജ്യം ഉള്ള ഒരു കാലഘട്ടം. മേൽമുറിയെ സംബന്ധിച്ചിടത്തോളം മേൽമുറിയിൽ ബ്രിട്ടീഷ് അവരുടെ കോട്ടകളും അവരുടെ ക്യാമ്പൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് മേൽമുറി എന്നുള്ളത്. അതിൻ്റെയൊക്കെ ഉള്ള ഒരു ഇതിനിടയ്ക്കാണ് നമ്മളെ സ്കൂൾ അവിടെ സ്ഥാപിതമാവുകയും അത് പടിപടിയായി ഉയർന്ന് ഇന്ന് പട്ടാമ്പി സബ് ജില്ലയിലെ LP വിഭാഗത്തിലെ ഏറ്റവും മികച്ച ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടമാണ്. പട്ടാമ്പി സബ് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച LP സ്കൂളായിട്ടാണ് നമ്മുടെ മേൽമുറി LP സ്കൂളിന്റെ കെട്ടിടം മാറിയിരിക്കുന്നത്. തിരുമറ്റക്കോട് പഞ്ചായത്തിലെ ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വജ്ര ജൂബിലി മെയ് 24-25 തീയതികളിൽ ഓർമ്മയോളം എന്ന പേരിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1948 സ്ഥാപിതമായ ഈ വിദ്യാലയത്തിലെ ആദ്യ SSLC ബാച്ച് 1982 പുറത്തിറങ്ങി. 1998 ഹയർ സെക്കൻഡറി സ്കൂളായി അപ്ഗ്രേഡ് ചെയ്തു. കഴിഞ്ഞ 75 വർഷത്തിനിടയിൽ 1,75,000 വിദ്യാർത്ഥികൾ SSLCയും 6,000 വിദ്യാർത്ഥികൾ +2 പഠനവും പൂർത്തിയാക്കിയിട്ടുണ്ട്. 24-ന് ശനിയാഴ്ച രാവിലെ 10 മണിക്ക് പൂർവ്വ വിദ്യാർത്ഥികളിലും അധ്യാപകരിലുമുള്ള പ്രാദേശിക എഴുത്തുകാരുടെ സംഗമത്തോടെ പരിപാടികൾ തുടങ്ങും. ഉച്ചയ്ക്ക് 12-ന് സ്കൂൾ പുറത്തിറക്കുന്ന ജൂബിലി സ്മരണികയുടെ പ്രകാശനം അബ്ദുൽ സമദ് സമദാനി MP നിർവഹിക്കും. UR പ്രദീപ് MLA മുഖ്യാതിഥിയാകും. കവി P രാമൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. വൈകുന്നേരം 4-ന് 80 വയസ്സ് പിന്നിട്ട പൂർവ്വ വിദ്യാർത്ഥികളെ മുൻ MLA VT ബൽറാമിന്റെ സാന്നിധ്യത്തിൽ ആദരിക്കും. വൈകിട്ട് 7 മുതൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗീത നൃത്ത പരിപാടി അരങ്ങേറും. 25-ന് ഞായർ രാവിലെ 10 മണിക്ക് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക മഹാസംഗമം നടക്കും. 75 പിന്നിട്ട പൂർവ്വ അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങിൽ മെട്രോമാൻ പത്മവിഭൂഷൺ ഡോക്ടർ E ശ്രീധരൻ പങ്കെടുക്കും. P മമ്മിക്കുട്ടി MLA സന്നിഹിതനാവും. പകൽ 3-ന് കറുകപ്പുത്തൂരിൽ നിന്ന് സ്കൂളിലേക്ക് ഘോഷയാത്രയുണ്ടാകും. വൈകുന്നേരം 5-ന് ചേരുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ അധ്യക്ഷത വഹിക്കും. തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി വിശിഷ്ടാതിഥിയാകും. സംസ്ഥാനതല വിജയികളെ ചടങ്ങിൽ ആദരിക്കും. രാത്രി 7:30-ന് സംഗീത സന്ധ്യയോടെ ജൂബിലി ആഘോഷം സമാപിക്കും. 5 മുതൽ 12 വരെ ക്ലാസുകളിലായി 2000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി SSLCക്ക് 100% വിജയം കൈവരിക്കുന്നുണ്ടെന്നും ജില്ലയിലെ തന്നെ മികച്ച സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെയുള്ള ഭൗതിക സൗകര്യങ്ങൾ വിദ്യാലയത്തിലുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. തിരുമിറ്റിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുഹറ, വൈസ് പ്രസിഡന്റ് CM മനോമോഹൻ, പ്രിൻസിപ്പൽ JJ അമ്പിളി, പ്രധാനാധ്യാപിക M ബിന്ദു, PTA പ്രസിഡന്റ് P മണികണ്ഠൻ, മോണിറ്ററി കമ്മിറ്റി ചെയർമാൻ K ജനാർദ്ദനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തിരുവേഗപ്പുറ പഞ്ചായത്തിൽ എജുവേഗ പദ്ധതിയുടെ ഭാഗമായി എജു കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു. മെയ് 24 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിൽ നരിപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ചാണ് പരിപാടി നടത്തുന്നതെന്ന് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിന്റെ തനത് വിദ്യാഭ്യാസ പദ്ധതിയായ എജുവേഗ പദ്ധതിയുടെ ഭാഗമായാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എജു കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. മെയ് 24 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിൽ വിവിധ സെഷനുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വിദ്യാഭ്യാസ പരിപാടിയായ എജു കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ പട്ടാമ്പിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കരിയർ ഗൈഡൻസ് രംഗത്തെ വിദഗ്ധർ നയിക്കുന്ന കരിയർ ക്ലിനിക് പ്രോഗ്രാം, വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം, പഞ്ചായത്തിലെ മുഴുവൻ സർക്കാർ ജീവനക്കാരുടെയും സംഗമം, പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളെയും അധ്യാപകരുടെ സംഗമം, ടീച്ചേഴ്സ് മീറ്റ്, ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, കുട്ടികൾക്കൊപ്പം വളരാം എന്ന പേരിൽ എഫക്റ്റീവ് പാരന്റിംഗ് പ്രോഗ്രാം എന്നിവയും ഈ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഇവർ അറിയിച്ചു. പുതിയ കാലത്തിനനുസരിച്ച് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എജു കോൺക്ലേവിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് സാധ്യതകളുള്ള ഒരു ലോകത്താണ് നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത്. ആ സാധ്യതകളെ നമ്മുടെ കുട്ടികൾക്ക് കൂടി ഉപയോഗപ്പെടുത്തുന്നതിന് ഉതകുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഭരണസമിതി ലക്ഷ്യം വെക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കരിയർ ക്ലിനിക്ക് 24-ാം തീയതി നടക്കുകയാണ്. 1 ഡേ വർക്ക്ഷോപ്പ്. ഹൈസ്കൂൾ വിഭാഗത്തിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലും പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പരിപാടി നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ SSLC +2 ഉന്നത വിജയികളെ ഈ പരിപാടിയിൽ നമ്മൾ ആദരിക്കുന്നുണ്ട്. സുപ്രീം കോടതി അഭിഭാഷകനും രാജ്യസഭാ MP-യുമായ ബഹുമാന്യനായ ഹാരിസ് ബീരാൻ അവർകളാണ് കരിയർ ക്ലിനിക്ക് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു സംഗമം 25-ാം തീയതി നടക്കുന്നുണ്ട്. ആ സംഗമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് വേ ടു പബ്ലിക് സെക്ടർ എന്നുള്ളതാണ്. അതിൻ്റെ എയിം തന്നെ നമ്മൾ പറയുന്നത്. നമ്മുടെ പ്രദേശത്ത് ഒരുപാട് വിദഗ്ധരായ ആളുകളും പല രീതിയിൽ കഴിവ് തെളിയിച്ച ആളുകളൊക്കെ തിരുവേഗപ്പുറ പഞ്ചായത്തിന് അഭിമാനത്തോടു കൂടി എടുത്തു കാണിക്കാൻ കഴിയും. രാജ്യസഭാ MP-യും സുപ്രീം കോടതി അഭിഭാഷകനുമായ ഹാരിസ് ബീരാൻ നാളെ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. കരിയർ ക്ലിനിക്കിൽ അദ്ദേഹം പ്രഭാഷണവും നടത്തും. BK ശ്രീകണ്ഠൻ MP, പട്ടാമ്പി MLA മുഹമ്മദ് മോസിൻ, പെരിന്തമണ്ണ MLA നജീബ് കാന്തപുരം, ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ ആൽഫ KS, സബ് കളക്ടർ മിഥുൻ പ്രേംരാജ്, പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കർ PMA ഗഫൂർ, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ സുനിജ, ജില്ലാ എഡ്യൂക്കേഷണൽ ഓഫീസർ സിജു തോമസ്, ജില്ലാ ശുചിത്വ മിഷൻ ഡയറക്ടർ വരുൺ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങളും വിവിധ ദിവസങ്ങളിലായുള്ള പരിപാടികളിൽ പങ്കെടുക്കുമെന്നും ഇവർ അറിയിച്ചു. 6 ദിവസത്തെ പരിപാടിയിൽ നിന്ന് വലിയ പ്രൊഡക്റ്റാണ്, റിസൾട്ടാണ് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെ ഒരു പ്രഖ്യാപനം ക്ലോസിംഗ് സെറിമണിയായി 29-ാം തീയതി വൈകുന്നേരത്ത് ബഹുമാന്യനായ പാലക്കാട് MP VK ശ്രീകണ്ഠൻ അവർ നടത്തും. ഈ പരിപാടിയിൽ വ്യത്യസ്ത സെഷനുകളിലായിട്ട് ബഹുമാന്യനായ നമ്മുടെ പട്ടാമ്പി MLA മുഹമ്മദ് മൂസിൻ അവർ പങ്കെടുക്കുന്നുണ്ട്. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം അവർ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സബ് കളക്ടർ, ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ മേഖലയിലെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ, അതുപോലെ തന്നെ ക്ലീൻ തിരുവേഗപ്പുറയുമായി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ബന്ധപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ശുചിത്വ സംസ്കാരം തുടങ്ങേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നാണ്. തീർച്ചയായും അതുകൂടി ഈ എജു കോൺക്ലേവിന്റെ ഒരു ലക്ഷ്യമാണ്. ജില്ലാ ശുചിത്വ മിഷന്റെ കോർഡിനേറ്റർ G വരുൺ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK അസീസ്, വൈസ് പ്രസിഡന്റ് കാഞ്ചന രാകേഷ്, സ്ഥിരസമിതി അധ്യക്ഷൻ M രാധാകൃഷ്ണൻ, VP വാപ്പു, മുഷറ ഇക്ബാൽ, പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് ജിൻസി ജോസ്, നരിപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂൾ പ്രധാനാധ്യാപകൻ ഏലിയാസ് തുടങ്ങിയവരും ഇതേക്കുറിച്ച് വിശദീകരിച്ചു. നരിപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂൾ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതോടെ നിളവര വിശേഷങ്ങൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.